What's up YouTube? Hey, this is Akash MS and welcome to my channel Home with me. Workout Home with me. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ നിങ്ങൾ കണ്ടു കാണും. എങ്ങനെ ഒരു പുഷപ്പ് കറക്റ്റായിട്ട് എടുക്കാം, പുഷപ്സ് എങ്ങനെയാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കറക്റ്റ് പൊസിഷൻ എങ്ങനെയാണ്, പോസ്റ്റർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി എടുക്കുന്നവരാണെങ്കിലും പലരും പുഷപ്പ് നിൽക്കുമ്പോൾ നോർമലി ഇങ്ങനെ എടുക്കുകയാണ്, അല്ല അതിൻ്റെ കറക്റ്റ് പൊസിഷനോ കാര്യങ്ങളൊന്നും ആരും നോക്കാറില്ല, എല്ലാവരും ജസ്റ്റ് അങ്ങ് എടുക്കത്തുള്ളൂ. സോ നിങ്ങൾ എടുക്കുന്നവരെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, കറക്റ്റാണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. പുഷപ്പ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് നിങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നോർമൽ ഒരു പുഷപ്പ് പ്ലാങ്ക് ആയിരിക്കണം എടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നടുവിൻ്റെ ബെൻഡ്. നമ്മളെപ്പോഴും പുഷപ്പ് എടുക്കുന്നത് പലരും ചെറിയ രീതിയിൽ വളഞ്ഞങ്ങ് പോകും, താഴേക്ക് വളഞ്ഞു പോകും. അങ്ങനെ ഒരു കാരണവശാലും പോരുത്. നടുഭാഗം സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അപ്പർ ബോഡി, ഷോൾഡർ എന്ന് പറയുന്നത് അതും പലരുടെ ഒന്നെങ്കിലും മേലോട്ടിരിക്കും, അല്ലെങ്കിൽ താന്നു പോവും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊന്നും വരരുത്. അതിനൊരു പൊസിഷൻ ഉണ്ട്, കറക്റ്റ് സ്ട്രെയിറ്റ് പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. അങ്ങനെ മാത്രമേ പുഷപ്സ് എടുക്കാവൂ. പിന്നെ കൈകൾ വെക്കുന്ന അകലം, നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഈ ഒരു ലെവലിൽ വേണം കൈകൾ വയ്ക്കാൻ. അല്ല പലരും വെക്കുന്നുണ്ട് വൈഡ് പുഷപ്പ് വേറെയാണ്. അത് കുറച്ചുകൂടി നിങ്ങളൊന്ന് അഡ്വാൻസ് ആയതിനു ശേഷം അങ്ങനെയുള്ള പുഷപ്പ് എടുക്കുക. നിങ്ങളുടെ ബിഗിനർ ആണെങ്കിൽ എപ്പോഴും ചെസ്റ്റിനോട് ചേർത്ത് വെച്ചുള്ള പുഷപ്പ് എടുത്ത് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി അത് കൂട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ പോസ്റ്റർ ഒന്ന് കാണിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് ലെവലായിരിക്കണം കൈകൾ എന്ന് പറയുന്നത്. സോ ഒന്ന് നോക്കുക, ചെസ്റ്റ് ലെവലാണോ കൈ എന്നുള്ളത്. ഈ ഒരു ഭാഗമാണ് ചെസ്റ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് കൈകൾ അതേ അകലത്തിൽ വയ്ക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിന് ഈ സ്റ്റെപ്പ് എടുത്താൽ മതി. കൈ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ തള്ളവരൽ പൊസിഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആംഗിൾ വെച്ചതിന് ശേഷം ആ വിരലുകളുടെ എൻഡ് എടുക്കുക. ഇതാണ് പുഷപ്പ് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നിത്ത, നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. നോർമലി എല്ലാവരും ബിഗിനർമാരും പ്രോകളാണെങ്കിൽ പോലും പലരും ഇങ്ങനെ നിൽക്കുന്നവരുണ്ട് ഇപ്പോഴും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഈ ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞു പോകാതെ പൊങ്ങി വരിക. കണ്ടില്ലേ, പൊങ്ങി വരിക. അത് ഒരുപാട് ഇങ്ങനെ പൊങ്ങരുത്. കറക്റ്റ് സ്ട്രെയിറ്റ് പൊസിഷനിൽ വരിക. നെക്ക്, കഴുത്ത് സ്ട്രെയിറ്റ് വയ്ക്കുക. മുഖം തറയിലേക്ക് പോയിട്ടില്ല, തറയിലേക്ക് നോക്കി കഴുത്ത് സ്ട്രെയിറ്റ് വയ്ക്കുക. അതെ, നിങ്ങളുടെ ഈ ഷോൾഡർ ഇങ്ങനെ താന്ന് പോരുത്, മറിച്ച് അത് ഇങ്ങനെ പൊങ്ങി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ബാക്ക് ഇവിടെ കുറച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ കിട്ടും. കറക്റ്റ് പൊസിഷൻ വരിക. ദെൻ സ്ട്രെയിറ്റ് താഴേക്ക് നോക്കിയ ശേഷം മെല്ലെ താഴുക, ഹോൾഡ് ചെയ്യുക, പൊങ്ങുക. പൊങ്ങുമ്പോഴത്തേനും പിന്നെ ഇങ്ങനെ വളഞ്ഞു പോകരുത്. അത് വേറെ പുഷപ്പാണ്. നോർമൽ പുഷപ്പ് എന്ന് പറയുന്നത്, കറക്റ്റ് ഒരു നോർമൽ പുഷപ്പ് എന്ന് പറയുന്നത് നേരെ താഴുക, സ്ട്രെയിറ്റ് അതേപോലെ തന്നെ താഴുക, പൊങ്ങുക, താഴുക, പൊങ്ങുക. ഒരു വടി പൊക്കി ഉണ്ടാക്കി ചെയ്യുന്ന കണക്ക് പൊങ്ങുക, ഹോൾഡ് ചെയ്യുക, പൊങ്ങുക. നമ്മൾ താഴെ പൊങ്ങുകയും ചെയ്യുമ്പോൾ പല രീതിയിൽ ഇങ്ങനെയൊന്നും പോകരുത്. കറക്റ്റ് ഒരു വടി നോക്കുന്നതാണ് കഴിക്കണം, പൊങ്ങിയും താഴെയും ചെയ്യണം. അതാണ് ഒരു ആക്യുറേറ്റ് പുഷപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ പുഷപ്പ് എടുക്കുമ്പോൾ നമ്മുടെ പുഷപ്പ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പുഷപ്പിൻ്റെ ആ ഒരു ലെവൽ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ആവും. അതുപോലെ തന്നെ പരിക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. കറക്റ്റായിട്ടുള്ള മസിലുകളെല്ലാം ബിൽറ്റ് ആവും. കറക്റ്റ് അളവിലായിരിക്കും മസിലുകൾ ബിൽറ്റ് ആവുന്നത്. സോ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, മറ്റേ രീതിയിൽ ചെയ്യാതിരിക്കാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതല്ല ഇഷ്ടപ്പെട്ടില്ല, ഉപകാരപ്രദമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ എൻ്റെ ഫർദർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം മോണ്ട മുകളിൽ ഇങ്ങനെ ലഭിക്കുന്നുള്ളൂ. ഓക്കെ, അതിൻ്റെ അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടേ.